കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സെന്റർ യൂണിറ്റ് സെമിനാർ സംഘടിപ്പിച്ചു. KSSP-യുടെ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ബദനി പകൽ വീട്ടിൽ വെച്ച് നവസാങ്കേതിക വിദ്യയും സാഹിത്യവും എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാറും ചർച്ചയും നടന്നു. സെമിനാർ ബദനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അന്നമ്മ ബെന്നി അധ്യക്ഷയായി. പ്രേംരാജ് TA, ഗീവർഗീസ് VC, ജോബ്സൺ അബ്രഹാം എന്നിവർ വിഷയം അവതരിപ്പിച്ചു. നവസാങ്കേതിക യുഗത്തിൽ കവിതയും കഥയും ചിത്രവും നൊടിയിടയിൽ സൃഷ്ടിക്കുന്നതും സർഗശേഷിയാൽ സാഹിത്യം രൂപപ്പെടുന്നതും നവസാങ്കേതിക വിദ്യയാൽ അവ സൃഷ്ടിക്കുന്നതിന്റെ പ്രദർശനവും സെമിനാറിന്റെ ഭാഗമായി ഉണ്ടായി. KSSP-യുടെ ബ്ലോക്ക് പ്രസിഡന്റ് സുകുമാരൻ MK സെമിനാർ വിഷയം അവലോകനം നടത്തി. പാറക്കുട്ടി KG, ജോബ് രാജ്, രാജഗോപാൽ, ഡെന്നി ജോബ് എന്നിവർ സംസാരിച്ചു. മേരി ഉദുപ്പ് സ്വാഗതവും മുഹമ്മദ് T നന്ദിയും പറഞ്ഞു. അക്ഷരയുടെ വലിയൊരു നേട്ടം തന്നെയാണ്. അന്നേ വരെയുള്ള ലോകക്രമത്തെ മാറ്റിമറിച്ച് ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും ദസ് ക്യാപിറ്റലും എന്നിട്ട് ഹിറ്റ്ലറിന്റെ ആത്മകഥയായ മെയിൻ കാർഡ്, ഹിറ്റ്ലറുടെ ആത്മകഥയുടെ ചെലവ് മോദി ഭരണത്തിന് ശേഷം വളരെ കൂടിയെന്നാണ് ഒരു വാർത്ത കേട്ടത്. അപ്പൊ അങ്ങനെ ഇതൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേർന്നത് അതിന്റെ നല്ലൊരു വശമാണ്. പിന്നെ ഈ അച്ചടി ഒക്കെ ആ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ ഒരു മാറ്റത്തെ കണ്ടത്, അതേപോലെ തന്നെ കൃത്യമായ അടുത്ത ഒരു മാറ്റത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സംഗതികൾ ടൈപ്പ് ചെയ്ത് സിസ്റ്റത്തിലിട്ടിട്ട് നോക്കി വായിച്ച് അത് തെറ്റ് തിരുത്തി അതിന്റെ ഫൈനൽ പ്രൂഫ് അയച്ചു കൊടുക്കേണ്ടവർക്ക് അയച്ചു കൊടുക്കുകയോ പ്രിന്റ് എടുക്കുകയോ ചെയ്യുന്ന മെഷീൻ ലേണിംഗിന്റെയും ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അതൊരു വലിയ വിശാലമായ ഒരു മേഖലയാണ്. ആത്മകഥയായ മെയിൻ കാർഡ്, ഹിറ്റ്ലറുടെ ആത്മകഥയുടെ ചെലവ് മോദി ഭരണത്തിന് ശേഷം വളരെ കൂടിയെന്നാണ് ഒരു വാർത്ത കേട്ടത്. അപ്പൊ അങ്ങനെ ഇതൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേർന്നത് അതിന്റെ നല്ലൊരു വശമാണ്. പിന്നെ ഈ അച്ചടി